പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് സോണിപ്പട്ട് ജംഗ്ഷനിലാണ്. കഴിഞ്ഞ വീഡിയോ നിങ്ങൾ ഹൈഡ്രജൻ ട്രെയിനിൻ്റെ വീഡിയോ ആണ് കണ്ടത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ സോണിപ്പട്ട് നിന്ന് നമ്മൾ ഋഷികേശിലേക്ക് പോവാണ്, ഋഷികേശ് കൊച്ചുവേളി കയറാൻ വേണ്ടി. അപ്പോൾ സോണിപ്പട്ട് നിന്ന് ഋഷികേശ് വരെയുള്ള യാത്രയാണ് കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പോകുന്നത് സോണിപ്പേട്ട് നിന്നും ഡൽഹി വരെ ദൗലത്പൂർ ചൗക്ക് ന്യൂഡൽഹി ജനശതാബ്ദിക്കും അവിടെ നിന്ന് ന്യൂഡൽഹി ഡെറാഡൂൺ ജനശതാബ്ദിക്കാണ് ഹരിദ്വാർ പോകുന്നത്. അപ്പോൾ ഈ രണ്ട് ജനശതാബ്ദിയും ഒറ്റ റേക്കാണ്, റേക്ക് ഷെയറിംഗ് ആണ്. അപ്പോൾ ഈ ദൗലത്പൂർ ചൗക്കിൽ നിന്ന് ഡൽഹി പോകുന്ന ജനശതാബ്ദി തന്നെയാണ് ഉച്ച കഴിഞ്ഞിട്ട് ഡെറാഡൂൺ പോകുന്നത്. അപ്പോൾ അതിന് കയറി ഹരിദ്വാർ നമ്മൾ ഇറങ്ങുന്നത്. അപ്പോൾ എൻ്റെ പുറകെ കിടക്കുന്ന ഈ വണ്ടി ജലം എക്സ്പ്രസ് ആണ്. നമ്മൾ ഈ വണ്ടിക്ക് ഒരു N20 യാത്രയൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ജലം എക്സ്പ്രസ് ഇവിടെ പിടിച്ചിട്ടേക്കാണ്. കുറേ വണ്ടിയൊക്കെ കയറി ഇതിന് ഓവർടേക്ക് അടിച്ചിട്ടുണ്ട്. ഈ വണ്ടീനെ ഓവർടേക്കിന് വേണ്ടി പിടിച്ചിട്ടാണ് ഇവിടെ സോണിപ്പട്ടിൽ. അപ്പോൾ നമ്മുടെ വണ്ടി ഒരു 10:45 റേഞ്ചിൽ വരും. അപ്പോൾ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വലിയ വെയിലില്ലേ പോലും നല്ല ചൂടാണ് കേട്ടോ, ഭയങ്കര ചൂടാണ്. നിന്നങ്ങ് പുഴുങ്ങും, അതുപോലെ ചൂടാണ്. വല്ലാണ്ട് അതുമല്ല പൊടിയുണ്ട്. അപ്പോൾ ഈ പൊടിയും ചൂടും കാരണം ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ നമ്മുടെ JS വരുന്നുണ്ട്, ദൗലത്പൂർ ചൗക്ക് ന്യൂഡൽഹി JS കേട്ടോ. 12058 എന്നാണ് ഈ വണ്ടിയുടെ നമ്പർ കേട്ടോ. തുഗ്ലക്കാബാദിൻ്റെ ഒരു പീസവനാണേ, 30373. അപ്പോൾ ഇതിനാണ് നമ്മൾ ഡൽഹി പോകുന്നത്. ഡൽഹിയിൽ ഹരിദ്വാർ പോകുന്നതും ഈ സെയിം വണ്ടിക്ക് കേട്ടോ. വണ്ടി ഫുള്ളാണ്. ഇപ്പോൾ പോകുന്നത് ഞാൻ സെക്കൻഡ് സീറ്റിങ്ങിനാണ്. ഡൽഹിയിൽ നിന്ന് ഹരിദ്വാർ പോകുന്നത് ഇതിൻ്റെ AC ചേർക്കാറാണേ. കോച്ചൊക്കെ വൻ ഷോക്ക് കേട്ടോ. ഇത് ഡെറാഡൂൺ മെയിൻ്റനൻസ് ചെയ്യുന്ന വണ്ടിയാണ്. ഡെറാഡൂണിന് ഡൽഹി JS ആയിട്ട് വന്നിട്ട് അവിടെ നിന്ന് ദൗലത്പൂർ ചൗക്ക് പോവും JS ആയിട്ട്. തിരിച്ച് ഇതുപോലെ നമ്മൾ പോകുന്ന പോലെ പോവും. ഡൽഹി വന്നിട്ട് അവിടെ നിന്ന് ഡെറാഡൂണിലേക്ക് പോകും. അങ്ങനെ റേക്ക് ഷെയറിംഗ് ഉള്ള JS ആണിത്. ഇത് മറ്റേ മെമു സീറ്റുള്ള JS ആണേ. ഫുള്ളാണ് വണ്ടി. സോണിപ്പട്ടിയിൽ നമ്മൾ എടുത്തിരിക്കുകയാണ്. വണ്ടിക്കകത്ത് ഫുൾ ആളാണ്. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം അപ്പുറത്തെ ഇപ്പുറത്തൊക്കെ ലേഡീസ് ഓരോക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പുറത്തേക്ക് അയച്ചുള്ള മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. ഇവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ, ആകെ 45 കിലോമീറ്ററേ ഉള്ളൂ. സോണിപ്പട്ട് ഡൽഹിക്ക് അടുത്താണ് കേട്ടോ. അപ്പോൾ ഒരു മണിക്കൂർ അടുപ്പിച്ച് മതി. നമ്മുടെ JS ഇപ്പോൾ സബ്സി മന്തി എന്ന സ്റ്റേഷനിലെത്തി. ഡൽഹിക്ക് തൊട്ടടുത്തുള്ള സ്റ്റേഷനാണ് സബ്സി മന്തി. ഇപ്പോൾ ഇവിടെ കുറേ പേരൊക്കെ ഇറങ്ങിയോണ്ട് ഞാൻ ഇവിടെ വന്നിരുന്നു. ഇത് മറ്റേ മെമു സീറ്റ് JS കേട്ടോ. ഇവിടെ സബ്സി മന്തി സ്റ്റേഷനിലെ ഒരു റേക്ക് കിടക്കുന്നുണ്ടോ? ഇത് ഏതാണെന്നറിയോ? കാണിച്ചു തരാം. കണ്ടാ, ബ്രഹ്മപുത്ര മെയിൽ കാമാക്യ, മറ്റേ ഡൽഹിയിൽ നിന്ന് കാമാക്യ പോകുന്നത്. നമ്മളന്ന് പോയ ഓർമ്മയുണ്ടോ? ബ്രഹ്മപുത്ര മെയിലിൽ ബീഹാർ വഴി. അയ്യോ, 1.5 യാത്രയായിരുന്നു. അപ്പം അതിൻ്റെ റേക്ക് ഇവിടെ കൊണ്ടിട്ടേക്കുക. നമ്മുടെ JS കേട്ട് ഇവിടെ നിന്ന് റൈറ്റ് എടുത്തിട്ട് നമ്മൾ ന്യൂഡൽഹി ലൈനിൽ കയറണം. ഇവിടെ ഡയമണ്ട് ക്രോസിംഗ് പോലെ സംഭവം കണ്ടോ നമുക്ക്. അപ്പോൾ നമ്മൾ ന്യൂഡൽഹിയിലേക്കുള്ള ആ ലൈനിൽ കണ്ട് കയറുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നേരെ പോയാൽ ഓൾഡ് ഡൽഹി എത്തും, റൈറ്റ് എടുത്താൽ ന്യൂഡൽഹി എത്തും. അങ്ങനെയാണ് ഇവിടെ സംഭവം കേട്ടോ. JS ആയതുകൊണ്ട് നല്ല പ്രയോറിറ്റി ഉണ്ട്. വേഗം തന്നെ കയറ്റുകയാണ്. അങ്ങനെ അങ്ങ് പിടിച്ചിടുന്ന ഒന്നുമില്ല. വിജയവാഡയുടെ ഏതോ P7 ഏതോ വണ്ടി കിടപ്പുണ്ടല്ലോ. ഇത് ഏത് വണ്ടിയാണ്? ഇത് ഏതാണ്? തെലങ്കാന എക്സ്പ്രസ്. തെലങ്കാന എക്സ്പ്രസിൻ്റെ MT റേക്ക് കേട്ടോ. അത് കണ്ട് ഇവിടെ കൊണ്ടിട്ടേക്കുക. അത് എനിക്കൊന്ന് റിവേഴ്സ് എടുത്ത് അങ്ങോട്ട് കണ്ട് കയറ്റുവാന്ന് തോന്നുന്നു. ന്യൂഡൽഹിയിലേക്ക് അങ്ങനെ പയ്യെ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഈ ഭാഗത്താണ് യാർഡ്, പിന്നെ കോച്ച് ഡിപ്പോ നമ്മളൊക്കെ ഈ ഭാഗത്താണ്. തുഗ്ലക്കാബാദിൻ്റെ പഴയ ആൽക്കോ ഉണ്ടോ നമുക്ക്? പഴയ സാധനമാണോ ഇതൊക്കെ? ഇവിടെ ഷണ്ടിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഐറ്റംസാണ്. ഇത് കണ്ട ഒരു വണ്ടിയുടെ റേക്ക് ഷണ്ട് ചെയ്തുകൊണ്ടിരുന്നു. ഇത് ഏതാ വണ്ടി എന്നറിയോ? ബോർഡ് വായിച്ച് നോക്കൂ ഗൈസ്. ഗയയിലേക്ക് പോകുന്ന വണ്ടിയാണിത്. ന്യൂഡൽഹിയിൽ നിന്നും ഗയ പോകുന്ന മഹാബോധി എക്സ്പ്രസിൻ്റെ റേക്കാണിത് കേട്ടോ. അത്യാവശ്യം ഭയങ്കര ഫേമസ് ഒരു വണ്ടിയാണിത് ഈ മഹാബോധി എന്ന് പറയുന്നത്. ഗയ അറിയാമല്ലോ എവിടെയാണ്? ബീഹാറിലാണ് കേട്ടോ. ബീഹാർ പോകുന്ന വണ്ടിയുടെ റേക്കാണ്. അത്യാവശ്യം വൃത്തിയുണ്ട് കേട്ടോ റേക്കൊക്കെ.
ന്യൂഡൽഹിയിലെ ലോക്കോ ട്രിപ്പ് ഷെഡ് കണ്ടോ നോക്ക്, എന്തോരം ലോക്കോ വന്ന് നോക്കി എൻ്റെ ദൈവമേ. P5 P7 എല്ലാ സാധനവും ഉണ്ടോ ഉണ്ടോ. പുതിയൊരു പീസും കിടക്കുന്നുണ്ടോ അവിടെ, തേജസ് P5. അത് നമ്മളെ കഴിഞ്ഞ ദിവസം വന്നപ്പോഴേ കണ്ടായിരുന്നല്ലോ തേജസ് P5. ഓ നിറച്ച് ലോക്കോസ് കേട്ടോ, നിറച്ച്. അങ്ങനെ ന്യൂഡൽഹി സ്റ്റേഷനിൽ കണ്ട് നമ്മൾ കയറിയിരിക്കുകയാണ്. ന്യൂഡൽഹിയിൽ ഏത് പ്ലാറ്റ്ഫോമാണെന്നൊരു പിടിയില്ല. അപ്പുറത്ത് അമൃത ഭാരത് ലിവർ ചെയ്തൊരു P7 കിടക്കുന്നു അവിടെ. കൊള്ളാമല്ലേ, ഇവിടെ അമൃത ഭാരത് ലോക്കോസൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും. ഇത് രാവിലെ വന്ന ഡെറാഡൂൺ ന്യൂഡൽഹി ജനശതാബ്ദിയാണ്. ഇതിപ്പം കുറച്ച് കഴിഞ്ഞിട്ട് ന്യൂഡൽഹി ദൗലത്പൂർ ചൗക്ക് എന്ന് പറഞ്ഞ് പോകും, ദൗലത്പൂർ ചൗക്കിലേക്ക്. ഇത് പ്ലാറ്റ്ഫോം 9 കേട്ടോ. പ്ലാറ്റ്ഫോം 9 നമ്മുടെ ജേസ് വന്നത്. അപ്പോൾ വിടുന്നത് ഇവിടെ നിന്ന് തന്നെയായിരിക്കും, ഈ സെയിം ബ്രേക്കല്ലേ പോകുന്നത്. അപ്പോൾ നമ്മൾ ഹരിദ്വാർ പോകുന്നതും ഈ സെയിം വണ്ടിക്ക് തന്നെയാണ്. ഈ വണ്ടിയാണ് ഇവിടെ നിന്ന് 3 രൂപയാണ് ഈ വണ്ടി വെച്ച് വിടുന്നത് ഉച്ച കഴിഞ്ഞിട്ട്. അപ്പോൾ 3 രൂപയാണ് വിടുന്ന ന്യൂഡൽഹി ഡെറാഡൂൺ ജനശതാബ്ദി എക്സ്പ്രസ്. അപ്പോൾ അതിനാണ് നമ്മൾ ഹരിദ്വാർ പോകുന്നത്. ഇവിടെ നിന്ന് വിട്ടാൽ ഹരിദ്വാർ 7:45 എത്തും രാത്രി. ഫുള്ള് ഹിന്ദിയിൽ എഴുതിയിരിക്കുന്നൊരു ട്രെയിൻ ബോർഡ് കണ്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ലോക്കോ. നേരത്തെ ഞാൻ കാണിച്ചായിരുന്നു തുഗ്ലക്കാബാദിൻ്റെ 30373 WAP7. ഫുള്ള് പൊടി അഴുക്കുക കേട്ടോ, നിറച്ചഴുക്കാണ്. പക്ഷേ ഇതിൻ്റെ പവർ പറയേണ്ട ആവശ്യമില്ലല്ലോ, നല്ല കിടിലം പവറാണ്. സക്കർണി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ജിപ്സം ബോർഡിൻ്റെ പരസ്യം ഇട്ടിച്ച ലോക്കോ ആണ് കേട്ടോ, സക്കർണി. അപ്പോൾ ഇതാണ് ഈ വണ്ടിയുടെ സാരഥി. ഡെറാഡൂൺ വരെ ആ ദൗലത്പൂർ ചൗക്കിൽ നിന്ന് വരുന്ന ആ ലോക്കോ തന്നെയാണ് കേട്ടോ തിരിച്ചു പോകുന്നത്. നമ്മുടെ വണ്ടിയുടെ നമ്പർ 12055 എന്നാണ്. തിരിച്ച് ദെറാഡൂണിന് നെയ്തിലി വരുന്ന വണ്ടിയുടെ നമ്പർ 12056. അപ്പോൾ ഞാൻ പോകുന്നത് കോച്ച് വണ്ടി ഇതാണ് കേട്ടോ. AC ചേർക്കാനാണ് പോകുന്നത്. ഒരു പഴഞ്ചനൊരു AC ചേർക്കാർ കേട്ടോ, 2016 ഉണ്ടാക്കിയ AC ചേർക്കാറുണ്ടോ, C3. ഇവിടെയാണ് നമ്മുടെ സീറ്റ് ഉള്ളത്. പോകുന്ന ഈ ജനശതാബ്ദി ഉണ്ടല്ലോ, നിങ്ങൾക്ക് നാട്ടിൽ നിന്നൊക്കെ ഹരിദ്വാർ വരണമെങ്കിൽ ഈ യോഗനഗരി എക്സ്പ്രസ്സിനല്ലാതെ ഹരിദ്വാറിന് വരണമെങ്കിൽ കേരള എക്സ്പ്രസ്സിന് കയറുവാണെങ്കിൽ ഈ വണ്ടി കണക്ഷൻ കിട്ടും. പക്ഷേ കേരള എക്സ്പ്രസ് ഇവിടെ കറക്റ്റ് ടൈം എത്തണം. 1:30 എത്തുകയാണെങ്കിൽ ഇത് 3 രൂപയാണ് ഈ വണ്ടി ഇവിടെ നിന്ന് ഇടുന്നത്. അപ്പോൾ ഈ വണ്ടി കണക്ഷൻ കിട്ടും നിങ്ങൾക്ക് ഹരിദ്വാർ പോകണമെങ്കിൽ. കേരള എക്സ്പ്രസ്സിന് വരുന്നവർക്ക് ഹരിദ്വാർ പോകണമെങ്കിൽ ഈ വണ്ടി ഒരു കണക്ഷൻ പിടിക്കാൻ പറ്റുന്നൊരു വണ്ടിയാണ്. കോച്ച് തുറന്നിട്ടുണ്ട്, നമുക്ക് അകത്ത് കയറാൻ കേട്ടോ. ഞാൻ ഇത്തവണ വിൻഡോ സീറ്റല്ല എടുത്തിരിക്കുന്നത്, സാധാരണ സീറ്റാണ്. മറ്റേതാണ് കറണ്ട് ബുക്കിംഗ് വഴി എടുത്താണ്. പിന്നെ കറണ്ട് ബുക്കിംഗ് സീറ്റൊക്കെ ഉണ്ടായിരുന്നു. നല്ല മൂഞ്ചിയ കോച്ചാണ് കേട്ടോ, വൃത്തികെട്ട കോച്ച് കണ്ടോ. എൻ്റെ ഇവിടെയാണ് എൻ്റെ സീറ്റ്. ഒട്ടും മെയിൻറ്റൈൻഡ് അല്ല, ഭയങ്കര മോശം കോച്ചാണ് കേട്ടോ. കയറി വരുമ്പോൾ തന്നെ അറിയാൻ പറ്റും, ഒട്ടും മെയിൻറ്റൈൻഡ് അല്ല. താഴെയാണെങ്കിലും കാണുമ്പോൾ തന്നെ ഒരു എന്തോ പോലെ ഇതിലുണ്ട്. വൃത്തികെട്ട സീറ്റാട്ടോ. ഇതിൻ്റെ ട്രേ ടേബിൾ കണ്ടോ, ഇത് കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇന്ന് ഇവരുന്നില്ല, ഇത്രയേ ഉള്ളൂ. ഇത് കണ്ടോ, എന്താണിത്. ഇത് ഇങ്ങോട്ട് വലിക്കുമ്പോഴേക്കും ആ സീറ്റ് അനങ്ങുന്നുണ്ട്. താഴെയാണേലും ഒരു വൃത്തിയില്ല കണ്ടോ, നമുക്ക് ഒട്ടും വൃത്തിയില്ല, നമുക്ക് ഒട്ടും മെയിൻറ്റൈൻഡ് അല്ല. അതാണ് മെയിൻ പ്രശ്നം കണ്ടോ. ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് താഴുന്നില്ല കണ്ടോ, എന്തൊക്കെയാണോ ദൈവമേ. ജനശതാബ്ദിയുടെ AC ചേർക്കാറാണ് ഇത് കേട്ടോ. ജനലിൻ്റെ അവിടെയൊക്കെ കണ്ടോ എന്തോ പോലെയൊക്കെ ഇരിക്കുന്നത്. 520 രൂപയാണ് കേട്ടോ എനിക്ക് ഈ ഒരു AC ചേർക്കാറിന് ഹരിദ്വാർ വരെ പോകാനായത്. ഇതെല്ലാ ദിവസമുള്ള വണ്ടിയാണ് JS. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു 4-4.5 മണിക്കൂറുള്ള യാത്രയുണ്ട്. നമ്മുടെ ആൾക്കാർക്ക് ഒരു വണ്ടിയിൽ കയറുമ്പോൾ സിവിക് സെൻസ് എന്ന സാധനമില്ല കേട്ടോ. ഇങ്ങനെ കിടന്ന് ബഹളം വെച്ച് എല്ലാവരെയും ശല്യപ്പെടുത്തി വേണം യാത്ര ചെയ്യാൻ വേണ്ടി കേട്ടോ. കിടന്നങ്ങ് ബഹളം വെപ്പാ, പറഞ്ഞിട്ട് കാര്യമില്ല. എങ്ങനെയാണ് ഒരു ട്രെയിനിൽ കയറി യാത്ര ചെയ്യണമെന്നൊന്നും ഒരുത്തനും അറിയത്തില്ല കേട്ടോ. സ്വന്തം വീട് പോലെയാണ് പെരുമാറുന്ന എല്ലാവരും. ഇങ്ങനെ കിടന്ന് ബഹളം വെച്ചോണ്ടിരിക്കും. എന്താ പറയുക, ഒരു മര്യാദ ഇല്ലാത്ത ആൾക്കാരാണ് നമുക്ക്. എല്ലാം പ്രായമുള്ളവരോ കേട്ടോ. എന്തോ ബഹളമാണ്. ഒരു സിവിക് സെൻസ് ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാം കണക്കാ. നമുക്ക് എല്ലാം പ്രായമുള്ളവരാ കേട്ടോ, എല്ലാം പ്രായമുള്ളവരാ. എന്തോ ബഹളമാണ് കിടന്നങ്ങ്. എൻ്റെ ദൈവമേ, ഇങ്ങനെയുണ്ടോ ആൾക്കാർ. നമ്മുടെ JS അങ്ങനെ ഓൺ ടൈമിന് തന്നെ എടുത്തിരിക്കുകയാണ് ന്യൂഡൽഹിയിൽ നിന്നും. അപ്പോൾ ഇവിടെ നിന്ന് ഇനി കുറച്ച് ബുദ്ധിമുട്ടാണ് ഇനി പുറത്ത് കിടക്കാൻ വേണ്ടി ഡൽഹി സിറ്റി സറൗണ്ടിങ്. കാരണം അത്യാവശ്യം പിടിച്ചിടുമായിരിക്കും അവിടെ ഇടയ്ക്ക്. അപ്പോൾ നമ്മൾ മറ്റേ മീററ്റ് വഴിയാണ് പോകുന്നത്. മീററ്റ്, റൂർക്കി ആ വഴിയൊക്കെയാണ് പോകുന്നത് കേട്ടോ. ആ വഴി നമ്മൾ ഹരിദ്വാർ പോകും. ഡൽഹിയിൽ നിന്ന് വിട്ട് നിസാമുദ്ദീൻ ഭാഗത്തേക്ക് പോയിട്ട് അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്തിട്ടാണ് പോകുന്നത്. ലെഫ്റ്റ് എടുത്ത് ഗാസിയാബാദ് സ്റ്റോപ്പ് ഉണ്ട് തന്നെ. നെക്സ്റ്റ് സ്റ്റോപ്പ് ഗാസിയാബാദാണ്. ഗാസിയാബാദ്, മീററ്റ് അങ്ങനെ പോകും.
ഇതിനെ ജേസ് എന്ന് പോലും വിളിക്കാൻ പറ്റത്തില്ല, അതുപോലെ വൃത്തികെട്ട വണ്ടി കേട്ടോ. ഒട്ടും മെയിനായിട്ടില്ല, നോക്ക്, ഒട്ടും മെയിനായിട്ടില്ല. ആൾക്കാരൊക്കെ ഡോറിനവിടെ ഇരിക്കുന്നു, പിടിക്കുന്നു. ഒട്ടും വൃത്തിയില്ല, ബാത്റൂമും വൃത്തിയില്ല, ഒന്നുമില്ല. ബാത്റൂം വൃത്തിയില്ല, കാണിച്ചാൽ ഇത് കണ്ടോ. ഇത് ഭയങ്കര സ്മെല്ലാണ്, വെള്ളമൊക്കെ കെട്ടിക്കിടക്കുന്നതിനകത്ത്. ഇതാണോ ജനശതാബ്ദി? നമ്മളവിടെയൊക്കെ ജനശതാബ്ദി മാലയിട്ട് പൂജിക്കണം ഇതൊക്കെ കാണുമ്പോൾ. ഇത് എന്ത് വണ്ടിയാണോ എന്തോ. സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ബ്രേക്ക് വൻ മോശം. എൻ്റെ കോച്ചിനകത്താണ് കച്ചറ ആൾക്കാരെല്ലാം. ഞാൻ നേരത്തെ കേൾപ്പിച്ചില്ലേ, ഫുള്ള് ബഹളമാണ്, ആലയും വിളിയും ബഹളവും. പ്രായമുള്ളവരാണ് ഇവർക്ക്. ഞാൻ കൂടുതലൊന്നും പറഞ്ഞാലില്ല, ഇപ്പോൾ കൂടിപ്പോവും. ഭയങ്കര കൾച്ചറില്ലാത്ത ആൾക്കാരാണ് കയറിയിരിക്കുന്നത്. എൻ്റെ അടുത്തുള്ള ആൾക്കാരെല്ലാം പറയുക ഇതെന്താ ആൾക്കാർ, ഇതെന്താ ഇവരിങ്ങനെയെന്നൊക്കെ. നമ്മളിപ്പോൾ ഗാസിയാബാദ് ജംഗ്ഷനിലേക്ക് കയറുവാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ലെഫ്റ്റ് എടുത്തിട്ടാണ് നമ്മൾ മീററ്റ് വഴി പോകുന്നത്. ഇവിടെ നേരെ പോയാൽ മറ്റേ കാൺപൂർ റൂട്ടാണ് കേട്ടോ. നമ്മളിവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് പോകും. കുറേ പേരൊക്കെ ജേസിൽ കയറുന്നുണ്ട്, കൺവേർട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട്. കൺവേർട്ട് ചെയ്തൊക്കെ കൊടുക്കും, ഇവിടെ നിന്നൊക്കെ കൊടുക്കുമായിരിക്കും, എന്തൊക്കെയാണോ. അപ്പം ഇതാണ് ഗാസിയാബാദ് ജംഗ്ഷൻ. നമ്മൾ ഓൺ ടൈമാണ് എടുത്തിയത്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി നമ്മൾ മീററ്റ് ഭാഗത്തേക്കാണ് പോകുന്നത്. ഗാസിയാബാദിൽ ഒരു ഇലക്ട്രിക് ലോക്കോസ് ഉണ്ട്, അറിയാമല്ലോ. നമ്മുടെ ഇവിടെ മിക്കപ്പോഴും ഗാസിയാബാദിന് ലോക്കോസ് വരാറുണ്ട്. ഗാസിയാബാദിൽ ഒരു ഇലക്ട്രിക് ലോക്കോസ് ഉണ്ട്. അവർക്ക് WP7 ആണ് കൂടുതൽ. WAG9 ഉണ്ടെന്ന് തോന്നുന്നു. WP7 ആണ് കൂടുതലും. പിന്നെ P5 ഉണ്ട്. ജനശതാബ്ദി എന്ന് പറഞ്ഞ കാര്യമൊന്നുമില്ല. ഡോറിൻ്റെ അവിടെ വരെ നിറച്ച ആൾക്കാർ, അപ്പുറത്തും ഇപ്പുറത്തും എല്ലായിടത്തും കണ്ടോ. ഇതൊന്നും പിടിക്കാനൊന്നും ഇവിടുത്തെ TT-മാർക്കൊന്നും വയ്യ. അവർ മിണ്ടാതെ പോയത്. TT-മാരൊക്കെ വന്ന് നോക്കിയിട്ട് മിണ്ടാതെ പോയി. നല്ല TT-മാരാണ്, എൻ്റെ കാര്യമില്ല. ഭയങ്കര വൃത്തിയിട്ട വണ്ടിയാണ്, ഒട്ടും മെയിൻറ്റൈൻഡ് അല്ല. ഇത് ഡെറാഡൂൺ മെയിൻ്റെനൻസ് ചെയ്യുന്ന വണ്ടിയാണ്. ഡെറാഡൂൺ ഉള്ളത് മുറാദാബാദ് ഡിവിഷനാണ്. അപ്പോൾ അവരുടെ വണ്ടിയാണിത്. അപ്പോൾ ഒട്ടും മെയിൻറ്റൈൻഡ് അല്ല വണ്ടി, അകത്താണേലും പുറത്താണേലും. ഇവിടുത്തെ ആൾക്കാർ ജനശതാബ്ദി എന്ന് കരുതുന്നത് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും യാത്ര ചെയ്യാൻ പറ്റിയ വണ്ടിയാണെന്ന് തോന്നുന്നത്. ഫുള്ള് ബുക്ക് ചെയ്ത് പോകുന്ന വണ്ടിയാണെന്ന് ആർക്കും അറിയത്തില്ലെന്ന് തോന്നുന്നു. മീററ്റ് വരെയൊക്കെ തിരക്കുണ്ടാവും മിക്കവാറും. കാരണം മീററ്റ് നമ്മൾ അന്ന് RRTS പോയില്ലേ, RRTS പോയ സെയിം റൂട്ടിൽ കൂടെയാണ് ഈ റെയിൽവേ ട്രാക്ക് പോകുന്നത്. അപ്പോൾ അതുവഴിയാണ് നമ്മൾ മീററ്റിലേക്ക് പോകുന്നത്. 4:45 ഇപ്പോൾ സമയം വൈകിട്ട് നമ്മളങ്ങനെ മീററ്റ് എത്തിയിരിക്കുകയാണ്. ഇതിനകത്ത് വീണ്ടും ആൾക്കാർ കയറുന്നുണ്ട് കേട്ടോ. ഇവിടെ ജനശതാബ്ദി എന്നൊക്കെ പറഞ്ഞ് വെറുതെ, ഇതിനകത്ത് എല്ലാവരും കയറുന്നുണ്ട്. സാധാരണ ട്രെയിൻ മാതിരിയാണ്. ഇനി നമ്മളിവിടെ നിന്ന് പോകുന്നത് മുസാഫർ നഗർ, ദിയോബന്ദ്, തപ്രി ജംഗ്ഷൻ. അവിടെ നിന്ന് പിന്നെ നമ്മൾ പിന്നെ ഇവിടെ റൂർക്കി ഭാഗത്തേക്ക് പോകും. അങ്ങനെയാണ് ഈ വണ്ടി പോകുന്നത്. അപ്പോൾ ഈ സഹറൻപൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അതിനടുത്താണ് തപ്രി ജംഗ്ഷൻ എന്നൊരു സ്ഥലം വരുന്നത്. നമ്മളിപ്പോൾ UP കയറി കേട്ടോ. ഇതൊക്കെ UP ആണ്. പ്ലാറ്റ്ഫോമിനടുത്ത് പിക്കപ്പ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ എന്തോ പവർ ഈ സാധനത്തിന്. നോക്ക്, സ്പീഡ് കയറുന്നുണ്ടോ നല്ല കിടിലമായിട്ട്. നമ്മൾ ഇപ്പോൾ കണ്ട ഡീസലൊക്കെ ഉണ്ട്, അത് തുഗ്ലക്കാബാദിൻ്റെ WDG4 ട്വിൻസാണ്. ഇന്ത്യയിൽ ഏറ്റവും അടിപൊളിയായിട്ട് ഡീസൽ ലോക്കോയിൽ നല്ല അടിപൊളി ലിവറി അടിക്കുന്നത് തുഗ്ലക്കാബാദ് ഷെഡുകാരാണ്. കിട്ടുന്ന സാധനമല്ലേ. ആ ലിവറിക്ക് ഞങ്ങൾ റെയിൽ ഫാൻസ് ബിങ്കോ ലിവറി എന്ന് പറയുന്നുണ്ട്. ബിങ്കോയുടെ ആ ഒരു പാക്കറ്റിന് ആ ലിവറിയാണ് കേട്ടോ. ജേസ് ഒരു 10 മിനിറ്റ് ഡിലേ മാത്രമേ ഉള്ളൂ. മുസാഫർ നഗർ എന്ന് പറഞ്ഞ സ്ഥലം എത്താറായിട്ടുണ്ട്. നമ്മൾ ഈ വഴി കുറേ നാൾ മുമ്പ് പോയിട്ടുണ്ട്, പക്ഷേ രാത്രിയിലും കണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ ഈ വഴിക്ക് തന്നെയാണ് നമ്മൾ തിരിച്ചു വരുന്നത്. യോഗതകരിക്ക് കയറി നമ്മൾ തിരിച്ചു വരുന്നത് ഈ വഴിക്ക് തന്നെയാണ്. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് ദിയോബന്ദ് ജംഗ്ഷൻ എന്ന സ്ഥലമാണേ. ദിയോബന്ദ് അത് അവിടെ എങ്ങാണ്ടൊരു ഫേമസ് ആയിട്ടുള്ളൊരു മുസ്ലിംസിൻ്റെ എന്തോ ഒരു സംഭവമുണ്ട്. എന്തോ ഞാൻ ഇവിടെ കേട്ടിട്ടുണ്ട്, എന്തോ എനിക്ക് ഓർമ്മ വരുന്നില്ല. ദിയോബന്ദിൽ അങ്ങനെ ഒരു സംഭവമുണ്ട്.
മോനെ ആ G2 വെച്ച പോയ ഗുഡ്സിന്റെ സ്പീഡ് കൊണ്ട് അടിച്ചു വിട്ട് മിന്നിച്ചാ പോയത്. നമ്മളിപ്പോൾ ദിയോബന്ദ് ജംഗ്ഷൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് റൂർക്കി വഴിയാണല്ലോ പോകേണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് ശരിക്കും ഒരു ഷോർട്ടസ്റ്റ് റൂട്ടുണ്ട് റൂർക്കിക്ക്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ട്രയാങ്കിൾ പോലെ, അതായത് ഇങ്ങനെ ട്രയാങ്കിൾ ആണെങ്കിൽ ഈ ട്രയാങ്കിളിൻ്റെ ലെഫ്റ്റ് ആമിലേക്ക് ഉള്ള മുകളിലത്തെ സ്ഥലമാണ് തപ്രി എന്ന് പറയുന്നത്. അപ്പോൾ ട്രയാങ്കിളിൻ്റെ ഏറ്റവും താഴത്തെ ഭാഗത്തെ ലൈനാണെങ്കിൽ അത് നേരെ റൂർക്കിക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ നേരെ മുകളിലോട്ട് പോയിട്ട് പിന്നെയും താപ്പോട്ട് വരും. അതാണ് ഈ ഒരു റൂട്ടിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ ശരിക്കും ഇവിടുന്ന് റൈറ്റ് എടുത്താൽ റൂർക്കിക്ക് ഡയറക്റ്റ് പോകാൻ പറ്റും. പക്ഷേ നമ്മുടെ വണ്ടി പോകുന്നതും യോഗനഗരി ഋഷികേശ് കൊച്ചുവേളി പോകുന്നതും ഈ നമ്മളീ പോകുന്ന വഴിക്ക് തന്നെ ഈ തപ്രി പോയിട്ട് അവിടെ നിന്ന് റൈറ്റ് എടുത്തിട്ട് അങ്ങനെ കയറും. ഇതാണ് ദിയോബന്ദ് ജംഗ്ഷൻ. അപ്പോൾ ഇവിടെ ഒരു വണ്ടി നിങ്ങൾക്ക് വരുന്നത് കാണാം. ഇത് സഹറൻപൂർ ഉണ്ടല്ലോ, സഹറൻപൂരിൽ നിന്ന് പ്രയാഗ്രാജ് സംഘം വരെ പോകുന്ന ഒരു വണ്ടിയാണ്. നൗചണ്ഡി എക്സ്പ്രസ് ആണ് ഈ വണ്ടിയുടെ പേര് കേട്ടോ, നൗചണ്ഡി എക്സ്പ്രസ്. അപ്പോൾ അതുകൊണ്ട് വരുവാണേ. അജ്നിയുടെ ഒരു പീസ് വേണം കേട്ടോ ലോക്കോ. ഇത് പ്രയാഗ്രാജ് എത്തുന്നത് നാളെ രാവിലെ 9:20 നല്ല ടൈം എടുത്ത് പോകുന്നൊരു വണ്ടിയാണ് കേട്ടോ. നല്ല വൃത്തിയുള്ള കോച്ച്, എനിക്ക് എല്ലാം നല്ല വൃത്തിയുണ്ടോ. എ സി ഒക്കെ നല്ല എല്ലാം 25 മീഡ് കോച്ചാണ്, നല്ല വൃത്തിയുണ്ടോ കേട്ടോ. നൗചണ്ഡി എക്സ്പ്രസ് അതാണ് ഈ വണ്ടിയുടെ പേര് കേട്ടോ. നൗചണ്ഡിയുടെ അർത്ഥം എന്താണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. നൗചണ്ഡി എക്സ്പ്രസ്. നമ്മുടെ ഡെഹ്റാഡൂൺ JS ഇപ്പോൾ ഇവിടെ തപ്രി ജംഗ്ഷനിൽ കയറാൻ പോവാണേ. ഇവിടുന്ന് നേരെ പോയാൽ സഹറൻപൂർ ഭാഗത്തേക്ക് പോകാം. ഇവിടുന്ന് റൈറ്റ് ആണ് നമ്മൾ പോകുന്നത് റൂർക്കി ഭാഗത്തേക്ക്, റൂർക്കി ഹരിദ്വാർ. ഇവിടെ ഒരു സംഭവം കണ്ടോ, നമ്മൾ പോകുന്ന നമ്മുടെ ലൈൻ ഇപ്പുറത്തോടെ വേറെ ഏതോ ഒരു ലൈൻ, അതിൻ്റെ താഴെ കൂടെ വേറെ ലൈൻ വിടുന്നുണ്ട്. നമുക്ക് എൻ്റെ മോനെ പുളി കണ്ടോ, അത് വേറെ ഏതോ ഭാഗത്തു നിന്ന് വരുന്ന ലൈനാണ്. നോക്കട്ടെ അത് എവിടെ നിന്ന് വരുന്നതാണേ. അത് ആക്ച്വലി ഡൽഹി ഷഹദരാൻ എന്ന സ്ഥലമുണ്ട്, അവിടെ നിന്ന് ഏതൊക്കെയോ വഴി കൂടെ കയറി വരുന്ന ലൈനാട്ടോ. ഞാൻ നോക്കിയിട്ട് എനിക്ക് മനസ്സിലായില്ല ഏത് ലൈനാണത്. അപ്പോൾ ആ ഒരു ലൈനുണ്ട്, പിന്നെ നമ്മൾ വരുന്ന ലൈന്, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആ 2 ലൈനും ഉണ്ട്. അങ്ങനെ നമ്മൾ തപ്രി ജംഗ്ഷനിലേക്ക് കയറുകയാണ്. റൈറ്റ് ലൂപ്പിലാണ് കയറുന്നത്, കാരണം നമുക്ക് ഇവിടുന്ന് റൈറ്റാണ് പോകേണ്ടത്. റൈറ്റ് എടുത്തിട്ടാണ് നമ്മൾ റൂർക്കി ഭാഗത്തേക്ക് പോകുന്നത്. ഇതുകൊണ്ട് റെയിൽ ട്രാക്ക് കൊണ്ടുപോകുന്ന ഗുഡ്സ് ആണ്. നമുക്ക് ട്രാക്ക് നോക്കിയാൽ അങ്ങ് ഇത് നല്ല വലിപ്പമുണ്ട്. ഇതുകൊണ്ട് വലിപ്പം കാണിച്ചത് കണ്ടോ, ഇതൊരു വലിപ്പമുണ്ടെന്ന് നോക്കി ഈ ഗുഡ്സിന്. ഇതിൽ കുറച്ച് ഭാഗം ട്രാക്കുണ്ട്, കുറച്ച് ഭാഗം വേറെന്തോ വാഗണൊക്കെ. എനിക്ക് തോന്നുന്നു അതിൻ്റെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ആയിരിക്കും. 5 മിനിറ്റ് ബിഫോർ ടൈം അടിച്ചാണ് നമ്മളിവിടെ എത്തിയത്. നമ്മൾ ഇവിടെ നിന്ന് റൈറ്റ് എടുക്കുകയാണ്. റൈറ്റ് എടുക്കുന്ന ലൈൻ സിംഗിൾ ലൈനാണ് കേട്ടോ. നമുക്ക് ഇതൊരു ബൈപ്പാസ് പോകാനായിരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ റൈറ്റ് എടുത്ത് ഹരിദ്വാർ ലൈനിൽ കയറും. നമ്മളിപ്പോൾ എത്തുന്നതേ റൂർക്കിയിലാണ്. നിങ്ങൾ IIT റൂർക്കി കേട്ടിട്ടുണ്ടല്ലോ, ഈ IIT റൂർക്കി ഇവിടെ കേട്ടോ. അപ്പോൾ ഈ ഹരിദ്വാറിന് തൊട്ടടുത്തുള്ള സ്ഥലമാണ് റൂർക്കി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നിർത്താൻ പോയത് കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്റ്റോപ്പ് ഹരിദ്വാറാണ്.
ഇത് ഉത്തരാഖണ്ഡ് സംസ്ഥാനമാണ് കേട്ടോ നമ്മളിപ്പോൾ ഉള്ളത്. ഉത്തർപ്രദേശ് അല്ല, ഉത്തരാഖണ്ഡ് കയറി നമ്മളൊരു 7:30 റേഞ്ചിൽ നമ്മൾ ഹരിദ്വാർ എത്തും. ഹരിദ്വാർ എത്താൻ ഇനിയുണ്ട് 40 മിനിറ്റ്. ഇപ്പോഴേ ഇവർ പെട്ടിയും കടക്കും എല്ലാം എടുത്തുകൊണ്ട് അതിൻ്റെ വഴി മൊത്തം ബ്ലോക്ക് ചെയ്ത് ഒരുമാതിരി വൃത്തികെട്ട സ്വഭാവം. നോക്ക്, ബഹളം വീണ്ടും തുടങ്ങിയണ്ടോ. എന്തോ ഇവര് വലിയ ഗ്രൂപ്പാണ്. നമുക്ക് ബഹളം നോക്കുക ആൾക്കാരുടെ. ഇവരൊരു രക്ഷയില്ല കേട്ടോ ഈ ആൾക്കാര്. ഇവര് ബാഗൊക്കെ കൊണ്ട് ഒരു കൾച്ചറില്ലാത്ത ആൾക്കാരാട്ടോ. പറഞ്ഞ കാര്യമില്ല. നോക്കി, ഞാൻ ഇനി ഇവര് ഇറങ്ങിയിട്ടേ ഇറങ്ങുന്നുള്ളൂ. അവിടെ ഡോറോടൊപ്പം നിൽക്കാൻ പറ്റില്ല. ഇവരെല്ലാവരും അവിടെ ഉണ്ട്. ഞാൻ അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ പുറത്ത് വന്ന് ലാസ്റ്റ് അല്ല ഇറങ്ങാൻ പറ്റത്തില്ല. അതുപോലെ ആൾക്കാരുണ്ടോ അവിടെ. നമ്മളങ്ങനെ ഹരിദ്വാർ കയറാൻ പോവാണ്. ഹരിദ്വാറിലെ പിറ്റ് ലൈനാണ് കാണുന്നത് കേട്ടോ, കോച്ച് കെയർ സെൻറ്റർ. ഹരിദ്വാർ കയറാൻ പോകണം നമ്മൾ. ഇപ്പോൾ സമയം 7:25. നമ്മൾ ഹരിദ്വാർ ജംഗ്ഷനിലെത്തി. ഇവിടെ വേറെ സ്കൂട്ടർ അവിടെ അല്ല, അവരുടെ തിരക്കായിരിക്കും. ലാസ്റ്റ് ഒരു പൂരത്തിനുള്ള ആൾക്കാർ വന്ന് ഈ ട്രെയിനിൽ ഇപ്പോൾ ഇറങ്ങും. പുറത്തിറങ്ങിയില്ല, ലാസ്റ്റ് ഇറങ്ങാൻ പറ്റത്തില്ല. അതുപോലെ തിരക്കായിരിക്കും. അപ്പോൾ വേഗം ഇറങ്ങി പോട്ടെ, അല്ലെങ്കിൽ പണിയാവും. അതുകൊണ്ടാണ് വേഗം ഇറങ്ങി വന്നത്. നമ്മൾ ഇതിനു മുമ്പ് ഹരിദ്വാർ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല തിരക്കാണ് ഇവിടെ. എപ്പോഴും നല്ല തിരക്കുള്ളൊരു സ്ഥലമായിരിക്കുമല്ലോ. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഈ ഋഷികേശ് പോവും. ഇതാണ് ഹരിദ്വാർ സ്റ്റേഷൻ. ഇത് റീഡെവലപ്മെൻ്റ് ഒക്കെ ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ, ഒന്നും ആയിട്ടില്ല. ഞാനിങ്ങനെ ഹരിദ്വാർ സ്റ്റേഷൻ്റെ അടുത്തുനിന്ന് ഒരു റാപ്പിഡോ എടുത്തിട്ട് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകണം. നമ്മൾ താമസിക്കുന്ന വീരഭദ്ര എന്ന സ്ഥലമാണ്. ഇവിടെ നിന്ന് ഒരു 22 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ റാപ്പിഡോ എടുത്ത് പോവാണ്. അപ്പോൾ ഇതാണ് ആ ഗംഗാരതിയൊക്കെ നടക്കുന്ന സ്ഥലം കേട്ടോ. നല്ല രസമാണ്, ലൈറ്റൊക്കെ ഇട്ട് നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. അപ്പോൾ ഇവിടെയാണ് ആ ഗംഗാരതി നടക്കുന്ന സ്ഥലം കേട്ടോ. നൈസാണ്, വൈകിട്ടൊക്കെ അടിപൊളിയാണ് ഇവിടെ. അപ്പോൾ ഞാൻ ഋഷികേശിൽ സ്റ്റേ എടുത്തിരിക്കുന്നത് ദ അമന്താര എന്നൊരു അപ്പാർട്ട്മെൻറ്റാണ്, ഒരു എയർബിഎൻബി ആണ്. അപ്പോൾ ഇതാണ് ആ സംഭവം. അത് അപ്പോൾ ഒരു ഫ്ലാറ്റാണ്. അപ്പോൾ ഫ്ലാറ്റിൽ നമുക്ക് കയറാൻ വേണ്ടിയിട്ട് അവർ തന്നെ അവർക്ക് നമുക്കൊരു പിന്ന് പറയും. അതായത് ഒരു ലോക്ക് ബോക്സ് എന്ന് പറയും സാധനം. അപ്പോൾ ഇതിനകത്ത് കീ കാണും. അപ്പോൾ ആ കീ എടുക്കാനുള്ള പിന്ന് അവർ പറഞ്ഞുതരും. അപ്പോൾ ആ പിന്നെടുത്ത് നമുക്ക് കീ എടുത്താൽ നമുക്ക് നേരെ അത് കയറാം. വേറെ ഒരാളുടെ ആവശ്യമൊന്നുമില്ല. അതാണ് ലോക്ക് ബോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് അമന്താര എന്നൊരു അടിപൊളി ഒരു സംഭവമാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അപ്പോൾ നമുക്കിതിൽ കയറി നോക്കാം എന്തായാലും. എവിടെയാണ് ഇത് സ്റ്റേ അടിക്കുന്നത്. അപ്പോൾ ഞാൻ താമസിക്കുന്ന 2 രാത്രി താമസിക്കുന്നുണ്ട്. അപ്പോൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റ് കാണിച്ചു തരാം. ഇതൊരു 2 BHK അപ്പാർട്ട്മെൻ്റ് ആണ് കേട്ടോ. ഇതിന് എനിക്ക് ആകെ ആയത് 2500 രൂപയാണ് കേട്ടോ ഒരു ദിവസം ഇരിക്കാൻ വേണ്ടിയിട്ട്. ലാഭമാണ്. ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് കാണിച്ചു തരാം. അതായത് ഇവിടെ ഒരു കിച്ചണുണ്ട്. നമ്മളിവിടെ വരുമ്പോൾ തന്നെ ഇവിടെ ഒരു കിച്ചണുണ്ട്, വലിയ കിച്ചണുണ്ട്. ഇവിടെ എല്ലാ സംഭവങ്ങളുണ്ട്. നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി എല്ലാ സംഭവങ്ങളുണ്ട്. പിന്നെ ഫ്രിഡ്ജ് സംഭവങ്ങൾ, പിന്നെ TV ഉണ്ട്, പിന്നെ താഴെ ഗെയിംസൊക്കെ ഉണ്ട് കേട്ടോ താഴെ. പിന്നെ ഇവിടെ വലിയൊരു ലിവിങ് ഏരിയ ഉണ്ട് കേട്ടോ, വലിയ സോഫയും സംഭവങ്ങളൊക്കെ. പിന്നെ ഇതൊരു കോമൺ വാഷ്റൂമുണ്ട് ഇവിടെ കണ്ടാ, വാഷ്റൂം ഒരെണ്ണം. പിന്നെ ഇത് ഒരു ബെഡ്റൂം. ഇവിടെ ഒരു പില്ലോ ഉള്ളതുകൊണ്ട് ഞാൻ ഇവിടെ കിടക്കുന്നില്ല, ഞാൻ ഇവിടെ കിടക്കുന്നത്. ഇത് വലിയ ബെഡ്റൂമാണ് കണ്ടാ, നല്ല വലിയൊരു ബെഡ്റൂം. കൊള്ളാമല്ലേ. ഇതിൻ്റെ വാഷ്റൂമും ഉണ്ട് ഇവിടെ കണ്ടാ. നമുക്ക് അടിപൊളി ഇത്രയും സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഞാൻ താമസിക്കുന്നത് ഋഷികേശിൽ. ഇത് വീരഭദ്ര എന്ന സ്ഥലമുണ്ട്. ഋഷികേശിൽ നിന്ന് ഒരു 8 കിലോമീറ്റർ മാറി അവിടെയാണ് ഞാൻ ഈ റൂം കിട്ടിയത്. ഈ എയർബിഎൻബി ആപ്പിൽ നമുക്ക് ഹോം സ്റ്റേ സംഭവങ്ങളൊക്കെ കിട്ടും. നമുക്ക് ഈ ഹോട്ടൽസിനെക്കാളും റേറ്റൊക്കെ കുറച്ച് ഇതിൽ നമുക്ക് സ്റ്റേ ഒക്കെ കിട്ടും. നൈസാണ്. പിന്നെ ഞാൻ ചിലയിടത്തൊക്കെ പോകുമ്പോൾ ഇത് എയർബിഎൻബിന് എടുക്കുന്നത്.
അപ്പോൾ നല്ലൊരു സ്റ്റേ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോയുടെ എൻ്റെ ആണ്. നെക്സ്റ്റ് ദിവസം നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മുടെ യോഗനഗരി ഋഷികേശ് ട്രിവാൻഡ്രം നോർത്ത് സൂപ്പർ ഫാസ്റ്റിൻ്റെ N2 യാത്രയാണ്. വണ്ടി പണിയൊന്നും കിട്ടിയില്ലെങ്കിൽ N2 എന്തായാലും പോവും. അപ്പോൾ അടുത്ത ദിവസം നമ്മുടെ യോഗനഗരിയുടെ ഫസ്റ്റ് പാർട്ട് വീഡിയോ ആയിട്ട് കാണാം. ബൈ.